തൊള്ളനോട് വർത്താൻ ജയിച്ച ഓള് വർത്താനം ഉണ്ടാക്കും. അപ്പം എനിക്കിത് ഭയങ്കര ദേഷ്യം വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓളിങ്ങനെ ഞാൻ എന്ത് പറയുന്നതിനും തറുതലായിട്ടോ അല്ലെങ്കിൽ അതിനെതിരായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കൊച്ചാക്കിയിട്ടൊക്കെ വർത്താനം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എനിക്ക് പറയാൻ കിട്ടണില്ല. എനിക്ക് ഓളെ പോലെ ഓളെ തിരിച്ച് പറയാൻ എനിക്ക് കിട്ടണില്ല. അതിൻ്റെ ദേഷ്യം എനിക്കുണ്ടാവും. അപ്പം ഞാൻ അടിക്കാൻ പോകും. അതാണ് എൻ്റെ ഒരു ബാഡ് ക്യാരക്ടർ. അതായത് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് തിരിച്ച് പറയാൻ കിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തല്ലാൻ പോകും. അങ്ങനെ കേട്ടോ ഞാൻ പണ്ട്. ഇപ്പം അങ്ങനെ ആരും എന്നോടൊന്നും പറയാറില്ല. പിന്നെ തല്ലാനിപ്പം നേരമൊന്നുമില്ല. അതിനുമായിട്ടുള്ള ആക്കൊന്നും എനിക്കില്ല. അങ്ങനെയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത്താത്ത ഞാനായിട്ടാണ് കൂടുതൽ ഇടി ഉണ്ടാവുക. നമ്മളെ മുടിയൊക്കെ പിടിച്ച് വലിക്കും. ഓക്ക് എന്നെക്കാളല്ല മുടി ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് സുഖമാണ്. എനിക്ക് മുടി പിടിച്ച് ഞാൻ കളിക്കൽ. ഓളെ മുടി പിടിച്ചിട്ടാണ് ഞാൻ വലിക്കലാണ്. ഓളിങ്ങനെ തിരിഞ്ഞിറക്കുമ്പോൾ തന്നെ മുടി പിടിച്ച് വലിക്കും. അപ്പം പിന്നെ ഞാൻ വാഷ് ബേസിൽ എന്തോ കയ്യൊക്കെ അങ്ങനെ എന്തോ സമയത്ത് ഇവളെൻ്റെ പുറത്തേക്ക് ഇട്ട് ചവിട്ടി ഒരു കോള് വന്നതാണ്. എന്നിട്ട് ഓളുടെ പുറത്തേക്ക് ഇട്ട് ചവിട്ടിയിട്ട് ഞാൻ എന്താക്കിയാൽ അറിയോ, ആ വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ പാൽസാര ഇടുന്നതിന് മുമ്പ് മറ്റേ വെള്ളി പാൽസാരല്ലേ അത് ഇടുമ്പോൾ ഈ ചെളി ആവുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. ഉപ്പിട്ട വെള്ളത്തിൽ അങ്ങനെ എന്തോന്ന് തോന്നണത്. എന്തോ കളറ് വരാനോ ചെളി പോകാനോ എന്തോന്ന്. ഞാൻ എന്താക്കി ആ വെള്ളത്തിലുള്ള പാൽസാര എടുത്തിട്ട് ഓളെ പുറത്തേക്കൊന്ന് കൊടുത്തു. പിന്നെ ഓൾ നനഞ്ഞ മുണ്ടോണ്ട് അടിയോട്ടടിയേനി. എന്തേനി അന്ന് പറ്റാവോ? ഭയങ്കര അടിയേനി. വെറുതെ തല്ലലും പിടിക്കലും തൊള്ളടലും. പക്ഷെ എനിക്ക് ഞങ്ങളെ മൂന്നാളിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വിചാരം എന്താ പറയുക, ഞാനൊരു സംഭവം ഇനിതാണ്. ഞാൻ ഇളയതാണല്ലോ. അപ്പം ഞാനാണ് തല്ലണ ആൾ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. പറയലും അങ്ങനെയാണ്. ഞാൻ മൂന്നാളുടെ ഇടയിൽ ഞാനാണ് നല്ലോണം തല്ലണ ആൾ. അങ്ങനെയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഓലൊക്കെ നന്നായിട്ട് തല്ലും എന്നൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് മാത്രമേ ഉള്ളൂ. ഉള്ള എല്ലാ തല്ലും കിട്ടലും എനിക്ക് തന്നെ. ഞാനാണെങ്കിൽ പറഞ്ഞും ജയിക്കൂല, തല്ലും ജയിക്കൂല. കാരണം എനിക്ക് ഓലെ തല്ലാൻ കിട്ടാണ്ടാവുമ്പോൾ ഞാൻ കഴിയും. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട്. അത് എനിക്ക് തോന്നണേ മിക്ക വീടുകളിലും ഇളയ മക്കൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ആവണല്ലോ. പിന്നെ അവൾ ഹോസ്റ്റലിലുള്ള സമയത്ത് മൂത്ത ആൾ വേറെ ഹോസ്റ്റലിൽ, രണ്ടാമത്തെ താത്തയും ഞാനുമാണ്. ഈ പറച്ചിൽ തന്നെ ഉള്ളൂ താത്താന്ന്. അങ്ങനെ ആരോടെയും പറയൂല എൻ്റെ താത്തയാണിത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോൾ പറയാം. അല്ലാണ്ട് അങ്ങനെ ഒരിക്കലും താത്താന്ന് വിളിക്കൂല. ഒന്ന് ഈ കളിയാക്കാനൊക്കെ ആയിട്ട് വിളിക്കുക എന്നല്ലാണ്ട് അങ്ങനെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നിട്ട് പേരാ വിളിക്കല്, വീട്ടിൽ വിളിക്കുന്ന പേരുകളാണ് വിളിക്കല്. ഞാൻ ഹോസ്റ്റലിൽ പോണ സമയത്ത് ഇവള് രണ്ടാമത്തെ ആളില്ലേ, ഓള് എന്നെ എന്താ പറയുക വിളിക്കുക. വീട്ടിൽ നിന്ന് വിളിക്കുന്നത് വീട്ടിലെ പേരാണ് വിളിക്കുക. വാവേന്ന് എന്നെ വിളിക്കുക. ഞാൻ ഓളെ പേര് വിളിക്കും. ബാനു എന്ന ഓളെ പേര്. അപ്പം ഞാൻ ബാനു എന്ന് തന്നെ ഹോസ്റ്റലിലെത്തിയാലും ഞാനതന്നെ വിളിക്കല്. പക്ഷേ ഇവള് എന്താ പറയുക, ഹോസ്റ്റലിൽ നിന്ന് എന്നെ വിളിക്കല് എൻ്റെ പേരാ വിളിക്കാം. നെർമിനാന്ന് എൻ്റെ പേര് വിളിക്കും. വീട്ടിലെത്തുമ്പോൾ വാവേ. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഹോസ്റ്റലിൽ മാത്രം മറ്റേ കൂടെ ഉള്ള ആൾക്കാരല്ലോ ഹോസ്റ്റലിൽ നിൽക്കണ, ഓല് വിളിക്കുന്ന മാതിരി നെർമിന എനിക്ക് ഓളങ്ങനെ നെർമിനാന്ന് വിളിക്കുമ്പോൾ എനിക്കെന്തോ പോലെ അങ്ങനെ വിളിക്കാണ്ട് കേൾക്കുമ്പോളേ. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താത്തയും അനിയത്തിയും ഒരു ഹോസ്റ്റലിൽ പോയാൽ എങ്ങനെ വേണ്ടത്, അതായത് ആ ഒരു ബോണ്ടിൽ ഓരോ താത്ത അനിയത്തി എന്നുള്ള ആ ഒരു ഇതിലല്ലേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അവർ ഏട്ടത്തി അനിയത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തലോടി. അങ്ങനത്തെ ഒന്നുമല്ല. ഓളോളെ പാട്ടിനും ഞാൻ എൻ്റെ പാട്ടിനും, ഓളോളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ വേറെ ഏതോ 2 വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെ മാതിരി നമ്മൾ ഹോസ്റ്റലിൽ. ഹോസ്റ്റലിൽ ഞാൻ ചെറിയൊരു റൗഡിയൊക്കെ ആയി. പക്ഷെ അപ്പത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അത് ആലോചിക്കുമ്പോൾ രസമാണ്. എന്തൊക്കെയാണ് കാട്ടിക്കുട്ടിയത്. അവിടെ ആണെങ്കിൽ വെള്ളമല്ല. ഫസ്റ്റ് പോയ സമയത്ത് വെള്ളമല്ലേ. ആദ്യം പോയ ഹോസ്റ്റലുണ്ടായിന്. പിന്നെ അവിടെ ഞങ്ങൾ വേറെ ഒരു ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ മാറ്റിയപ്പോൾ അവിടെ വെള്ളം ഇല്ലായിരുന്നു. അതായത് ഒരു ബാത്റൂമൊക്കെ ഉള്ളായിരുന്നു. നമ്മൾ 10-60 മക്കളെന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം പിടിച്ചു പോയി. നമ്മൾ എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വെള്ളം വരില്ല. ഞാൻ ചെമ്പട്ടിയിലാണ് പിടിച്ചേക്കുക. എനിക്കൊരു ചെമ്പട്ടിട്ടി അവിടെ.
വലിയൊരു ചെമ്പട്ടി. ആ ചെമ്പട്ടിയിൽ എങ്ങനെ പിടിച്ചേക്കണത്, നമ്മൾ എന്താ പറയുക, ഹൗലിൻ്റെ അങ്ങോട്ട് ചെല്ലണം. കുറച്ച് ദൂരം ഉണ്ട് നമുക്ക്. എന്നിട്ട് അവിടെ ഹോളിൻ്റെ അവിടെ നിന്ന് ഞാൻ 2 ബക്കറ്റ്, ചെറിയ 2 ബക്കറ്റല്ലേ, അതും കൊണ്ടിട്ട് 2 ബക്കറ്റിലും എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് വരും. മോന്തൊക്കെ അടിച്ച് വിൽക്കും. അവിടെ നിന്നാണ് എനിക്ക് ഒരു അണപ്പല്ല് പോയിനത്. അണപ്പല്ല് പോണ ടൈമില്ലേ, ആ സമയത്ത് എൻ്റെ ഒരു അണപ്പല്ല് അവിടെ നിന്നാണ് പോയത്. മോന്ത അടിച്ച് ഞാൻ വിൽക്കുകയൊക്കെ ചെയ്യും, എന്നാലും എടുക്കും. എന്നിട്ട് ചെമ്പട്ടിയിൽ പോയിട്ട് ഒഴിക്കും. പിന്നെ ഇതൊക്കെ ആക്കിയിട്ട് രാവിലെയാണ് ഇത് ചെയ്യുന്നത്. ഇതെന്താ, രാവിലെയാണ് ചെമ്പട്ടി നിറച്ചിട്ട്, കാരണം വൈകുന്നേരം വന്നിട്ട് കുളിച്ച് യൂണിഫോം അലക്കിടാനുള്ള ആ ഒരു വെള്ളമാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ബാത്റൂമിൽ പോകാൻ വേണ്ടി. എൻ്റെ ചെമ്പട്ടി നല്ല വെള്ളം ഉണ്ടാവും, അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ വൈകുന്നേരം വരുമ്പോൾ അതിലൊരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. എനിക്കങ്ങോട്ട് ദേഷ്യം വരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ഒരു ഗുണ്ടയാണ്, അതിൻ്റെ ഇടയിൽ എൻ്റെ വെള്ളം ആരോ കട്ടുകൊണ്ടുപോയി. എന്നിട്ട് ഞാൻ കിടന്ന് അലമ്പുണ്ടാക്കിനെ അവിടെ. എനിക്ക് സങ്കടവും ദേഷ്യവും എന്തൊക്കെയൊക്കെ വരും. കാരണം മുക്കി കൊണ്ടുവരാണേ, അത് കഴിഞ്ഞിട്ട് നടക്കും വേണം. ഈ ഒരു മലയുണ്ട്, മലയ്ക്ക് കയറി നടക്കും വേണം സ്കൂൾ വിട്ടിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞല്ല, ഒക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ ഇനി നിൽക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചിനോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഹോസ്റ്റലിലത്തെ ഓരോ പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇടയിൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പം എൻ്റെ രണ്ടാമത്തെ എത്താത്താന്ന് പറയുന്ന ആ സാധനം പറയാ, ഓക്ക് അറിയേനീന്ന് അതാരാ വെള്ളം എടുക്കണേന്ന്. അപ്പോഴവള് പറയണേ, അത് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് എന്താ പറയുക, മറ്റേ കുക്ക് ചെയ്യുന്ന എത്താത്തമാരെടുക്കുന്നതാണ് വെള്ളം. ചെമ്പട്ടിത്തെ വെള്ളം അതിൻ്റെ അത്യാവശ്യം ക്ലീൻ ആയിരിക്കുമല്ലോ. ബാക്കിയുള്ള ഒരു ബാത്റൂം കൊണ്ടുപോകുന്ന ബക്കറ്റിലും ഡ്രമ്മിലൊക്കെയാണ് പിടിച്ചേക്കണേ. എന്നിട്ട് ഇവർക്ക് അത്രയും ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എൻ്റെ വെള്ളം എടുക്കൽ, ഞാൻ കോരിയേക്കുന്ന വെള്ളം. പിന്നെ ഞാൻ അങ്ങോട്ട് ക്ഷമിച്ച്, എനിക്ക് പിന്നെ ക്ഷമ എന്ന് പറയുന്നത് അങ്ങോട്ട് കയറി ഇവിടെ വരെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ക്ഷമിച്ച്, അത്ര തന്നെ. ഒന്നാലോചിച്ചോളൂ, ഇപ്പം ഇവിടെ അപ്പം ഈ ഫോണും പിടിച്ച് ഞാൻ ഇപ്പം ഇങ്ങനെ ഈ വ്ളോഗ് ചെയ്യണം, ഞാനൊരു വീഡിയോ എടുക്കണം. അപ്പം അങ്ങനെ സംസാരിക്കണം, ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. അതിൽ എനിക്ക് ഓരോ കാര്യങ്ങൾ ആലോചിക്കും, എനിക്ക് ചിരി വരുന്നേ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരോടും സംസാരിക്കുന്ന പോലെ, പക്ഷേ നോക്കുമ്പോൾ വേറെ ആരും അല്ല. ഞാനൊരു സെൽഫി ക്യാമറയിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഇന്നെ തന്നെ കാണുന്നത്, പക്ഷെ എന്നാലും ഞാൻ ആരോടോ സംസാരിക്കുന്ന മാതിരിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തുറന്ന് പറയാനോ അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പി ആയിരിക്കാനോ വേറൊരാളുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയുണ്ട് ഒക്കെ എൻ്റെ ഈ തലമെന്ന് വരുന്ന. എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് മുട്ടായി എന്നാണ് ഭയങ്കര പൂതി. ഇന്നിപ്പോൾ കുറച്ച് മുട്ടായി വാങ്ങിച്ചാൽ മെലഡിയൊക്കെ വാങ്ങിച്ചേ. എന്നിട്ട് ഈ ഗമനെ വിളിക്കാൻ പോകണം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ. അപ്പം ഞാനിങ്ങനെ മാറ്റിയിരിക്കില്ലേ, അത് എനിക്ക് എൻ്റെ ഒരു വെറുതെ ഒരു ഇതിനാണ്, ഒരു എന്താ പറയുക, ഒരു സുഖം, ഒരു എന്തോ ഒരു ഇത്. അത് അങ്ങനെയാണ്, എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയില്ല. അത് ചിലന്നല്ല ഗേൾസിനൊക്കെ ഉള്ളതാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഉണ്ട് കേട്ടോ. അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നും, നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാലോ എന്ന് തോന്നും, ഫോട്ടോ എടുക്കാൻ തോന്നും. പിന്നെ വീഡിയോ രാത്രിക്ക് കിടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി ഒരുങ്ങി കിടക്കാനൊക്കെ തോന്നലുണ്ട്. അങ്ങനത്തെ ചെറിയ അതൊന്നും ഒരു ഭ്രാന്തോ അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ തുറന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നണതാണ്. അതല്ലോ, ഇതന്നെയാണ് ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് കുറേ ആയിട്ട് ഇപ്പോൾ ഈ ഇതന്നെ യൂസ് ചെയ്തോണ്ടേ, കാജൽ തന്നെ യൂസ് ചെയ്തോണ്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ തോന്നുക. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു സാധനം മസ്കാര എന്നൊക്കെ പറയാം, എല്ലാം പോയി ഉണ്ടാ ഒക്കെ പോയി, ഒന്നുമില്ല. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. മതി, ഇനി ഞാൻ പോയി ഇതൊക്കെ മാറ്റട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി കൊടുത്തിരിക്കും. വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഒക്കെ എടുത്ത് ഒഴിവാക്കും, ഒക്കെ വാഷ് ചെയ്ത് കളയും. അങ്ങനെയൊക്കെയാണ് ലൈഫ്. എന്ത് ചെയ്യാനാ, മനുഷ്യന്മാരായി പോയില്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ
ഫാബ്രിക്കാന്നും പറഞ്ഞൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്, ഡ്രസ്സിൻ്റെ ആണ്. അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സുകളുണ്ട്. നമ്മൾ തന്നെ കേട്ടോ, നമ്മൾ തന്നെ ഫാബ്രിക് എടുത്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്, നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തും തരും കേട്ടോ. അതിൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഡിസൈന് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും. അല്ല നമ്മളെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പം ബൈ 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 ബൈ.